നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളുടെ ക്ലാസ്സുകൾ എല്ലായ്പ്പോഴും ലഭിക്കുവാനായിട്ട് ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ റെഗുലറായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുവാനായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മറക്കാതിരിക്കുക. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹിതരെ, നിങ്ങളുടെ ബന്ധുക്കളെയുമൊക്കെ നമുക്ക് ഈ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അവരോട് നമ്മുടെ ക്ലാസ് റെഗുലറായിട്ട് കാണാൻ പറയുക. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ച് സംസാരിക്കുക. അവരോട് അതേക്കുറിച്ച് ഷെയർ ചെയ്യുക. നമ്മുടെ കോഴ്സിലേക്ക് അവരും വന്നു ചേരുവാനായിട്ട് നിങ്ങൾ വേണ്ട പ്രചോദനം നൽകുക. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, നമ്മൾ ഓരോ തവണയും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നത്, ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഗതി പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഈ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിക്കുന്ന വളരെയധികം ആൾക്കാരുമായി ഞാൻ സംവദിക്കുകയുണ്ടായി. അത് എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വളരെ ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ആയുള്ള ആൾക്കാരൊന്നുമല്ല. വിഭിന്ന തുറകളിൽ ജോലി ചെയ്യുന്ന, താഴേക്കിടയിലുള്ളവരും മുകൾ തട്ടിലുള്ള ആൾക്കാരും, അവർ പുറത്തേക്ക് പോകാനായിട്ടുള്ള ആൾക്കാർ, വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്ന് ഞാൻ അവരോട് ആരായുകയുണ്ടായി. പലരും പല വ്യത്യസ്തമായ രീതികളിൽ കൂടിയാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിച്ചത് എന്ന് എന്നോട് പറയുകയുണ്ടായി. പലർക്കും പല മെത്തേഡുകളുണ്ടായിരുന്നു, പല രീതികളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പൊതുവായ ഒരു കാര്യം, എല്ലാവരും ചില ഉപാധികൾ, നമ്മുടെ ഈ റാപ്പിഡെക്സ് പോലെയുള്ള ചില ഉപാധികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള ചില ഉപാധികൾ പരീക്ഷിച്ച് അമ്പേ പരാജയപ്പെട്ട ആളുകളായിരുന്നു ഞാൻ കണ്ട് പരിചയപ്പെട്ട സംസാരിച്ച മിക്ക ആളുകളും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് മാർഗത്തിൽ കൂടിയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ, നിങ്ങൾ ഇംഗ്ലീഷ് ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്കൊരു ഡെഡിക്കേഷൻ വേണം. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചേ മതിയാവൂ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിലുള്ള ആ ഒരു മനോബലം, ആ ഒരു ധൈര്യം, ആ ഒരു കാഴ്ചപ്പാട്, അതുകൊണ്ടാണ്, ആ ലെവൽ ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കാൻ ശ്രമിച്ചതും പഠിക്കുകയും ചെയ്തത്. ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മളുടെ നിലനിൽപ്പിന് ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണോ? നമ്മളുടെ നിലനിൽപ്പിന് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത്യാവശ്യമാണോ? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത്യന്താപേക്ഷിതം തന്നെയാണ്, അത്യാവശ്യം തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. നമ്മൾ കേരളത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശത്താണെങ്കിൽ, നമ്മുടെ ഗ്രാമം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് വിട്ട് നമ്മൾ വെളിയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അത്യന്താപേക്ഷിതമല്ലായിരിക്കാം എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ എങ്കിലും ഇംഗ്ലീഷ് ഭാഷ അത്യന്താപേക്ഷിതം തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ്. ലോകത്തിലുള്ള ധാരാളം ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. നമുക്ക് അമേരിക്കയിലെ ഒരു ന്യൂസ് നമുക്കിപ്പോൾ ടെലിവിഷൻ മാധ്യമമൊക്കെ എല്ലായിടത്തും, സോഷ്യൽ മീഡിയയൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾക്കൊരു പ്രത്യേക ഒരു വാർത്ത നമ്മൾ ടെലിവിഷനിൽ കണ്ടു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു. നമുക്ക് ആ വാർത്ത എന്താണ് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മുടെ ഗ്രാമം വിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മളുടെ മുൻപിലുള്ള നമ്മുടെ മുറിയിലിരുന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ പഠിക്കുന്ന ആളുകളൊക്കെ ഇപ്പം നേഴ്സിങ്ങിനായിട്ടും മറ്റുള്ള ജോലികൾക്കൊക്കെ ആയിട്ട് നമ്മുടെ നമ്മുടെ ആൾക്കാർ, ധാരാളം ആളുകൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ 10 വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, 10 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി മാത്രമായിട്ട് നമ്മുടെ വിദേശ രാജ്യത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസിക വ്യഥ, നമ്മുടെ ജോലിയിലെ ഉന്നതി, അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് ലഭിക്കേണ്ട മറ്റു പല സംഗതികളും നമുക്ക് നഷ്ടമായി പോകുന്നു. എന്തുകൊണ്ട്? നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരേ ഒരു കാരണം കൊണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ആൾക്കാർ, വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർക്ക്, അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ബേസിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ, ഏത് മേഖലയും എടുത്തുകൊള്ളട്ടെ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പഠിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മളുടെ നിലനിൽപ്പിൻ്റെ, ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പഠിക്കുക, ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കി പഠിക്കുക. ഇംഗ്ലീഷിന് നമ്മൾ ഈ പറയുന്ന പോലെ ധാരാളം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇത്ര ഗ്രാമർ, ഞാൻ പറഞ്ഞു ഇത്ര വലിയ ഗ്രാമറിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഭയങ്കര ടാസ്ക് ആണല്ലോ എന്ന് വിചാരിച്ചൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് ഭാഷ നമ്മൾ വളരെ ലളിതമായിട്ട്, വളരെ എന്താ പറയുക, നമ്മുടെ മലയാളത്തെ സംസാരിക്കുന്ന സമീപന രീതിയേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് സമീപിക്കുകയും ഇംഗ്ലീഷ് ഭാഷ നമുക്ക് അതുപോലെ തന്നെ കൈകാര്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ക്ലാസ്സുകൾ കുത്തുകൾ യോജിപ്പിക്കുകയാണ്. ഓക്കെ, എവറി ഡേ ഐ എം ടെല്ലിങ് സം ഡോട്ട്സ്. വി ആർ ഗോയിങ് ടു, എന്താണ് ചെയ്യുന്നത്, നമ്മളത് ആ കുത്തുകൾ നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ആ കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഭാഷ നമ്മളുടെ കയ്യിൽ ഒതുങ്ങും, നമ്മൾക്ക് വഴങ്ങുന്ന രീതിയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ആ ഡോട്ട് എന്താണ്? ഐ എം ഗോയിങ് ടു ടെൽ യു അബൌട്ട് അറ്റ്. അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? AT, അറ്റ്. ഈ AT എന്നുള്ള അറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ അറ്റ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ എവിടെയാണ് പ്രയോഗിക്കേണ്ടത്? അറ്റിൻ്റെ പ്രയോഗം നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിൻ്റെ കാര്യം പറയണം. ഓഫീസിൽ നമ്മളോട് ചോദിക്കുകയാണ്, ആ ജോണി വേർ ആർ യു? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണേൽ പറയാമേ ഐ എം ഇൻ ദ ഓഫീസ്, ഞാൻ ഓഫീസിലാണ്, അല്ലെങ്കിൽ സോ ആൻഡ് സോ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒറ്റ വാക്കിലൊന്നും മറുപടി പറയണമെങ്കിൽ എന്താണ് പറയുക? അറ്റ് ദ ഓഫീസ്, അറ്റ് ദ മാർക്കറ്റ്, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ യൂണിവേഴ്സിറ്റി. ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കുക. എന്നുണ്ടല്ലോ, ഓഫീസിൽ, അറ്റ് ഹോം, വീട്ടിൽ, അറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയിൽ, അറ്റ് ദ മാർക്കറ്റ്, മാർക്കറ്റിൽ, അറ്റ് ദ സൂ, സൂവിൽ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇടത്താണ് നമ്മൾ ഉള്ളത് എങ്കിൽ ആ സ്ഥലത്തിനൊപ്പം നമ്മൾ എന്ത് പ്രയോഗിക്കും? നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇല്ലെന്നുള്ള, അതങ്ങ് ഓട്ടോമാറ്റിക്, സിമ്പിളാണ്, വേറെ ഒന്നും കരുതേണ്ട കാര്യമില്ല. അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ഹോസ്പിറ്റൽ, അറ്റ് ദ മാർക്കറ്റ്, അറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ എവിടെയാണോ ഒന്ന് ഉള്ളതിനെ നമ്മൾ സൂചിപ്പിക്കുന്നിടത്ത് എന്നുള്ള സന്ദർഭം വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? നമ്മൾ അറ്റ് ചേർത്ത് സംസാരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴൊക്കെ സംസാരിച്ചാലും ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സമയത്തിന് മുമ്പിൽ നമ്മൾ എപ്പോഴും അറ്റ് ചേർക്കുക. അറ്റ് 2 o'clock, അറ്റ് 3 o'clock, അറ്റ് 5 o'clock, അറ്റ് noon. മനസ്സിലായില്ലേ? അപ്പോൾ സമയത്തിന് മുമ്പിൽ എപ്പോഴും നമ്മൾ ചേർക്കേണ്ടത് അറ്റ് ആണ്. ഇനി നമ്മൾ മറന്നു പോകുമോ? ഇത് നമ്മൾക്ക് മറക്കാതിരിക്കട്ടെ. നമ്മൾ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമയത്തിന് മുമ്പിൽ, ഒരു പ്രത്യേക സന്ദർഭമുള്ള സമയത്തിന് മുമ്പിൽ നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് അറ്റ് ആണ്. അറ്റ് 2 o'clock, അറ്റ് 3. നമ്മൾ ഇനി ഓർക്കുക, ഇനി ആരുടെയും നമ്മളോട് സമയം ചോദിച്ചാൽ നമ്മൾ സമയത്തെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ വാട്ട് ടൈം യു വിൽ ബി ദെയർ, അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റും? അറ്റ് 3 o'clock. വാട്ട് ടൈം യു വിൽ റീച്ച് ദെയർ? അറ്റ് 4 o'clock. വാട്ട് ടൈം യു വിൽ ബി ഇൻ ദ സ്കൂൾ? അറ്റ് 10 o'clock. അപ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നാൽ അതിന് മുൻപ് നമ്മൾ അറ്റ് ചേർക്കുക. പിന്നെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയാണ്, അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? വേർ ആർ യു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫാക്ടറിയാണ്, അറ്റ് ദ ഫാക്ടറി, അറ്റ് ദ മാർക്കറ്റ്, അറ്റ് ദ സൂ, അറ്റ് ദ യൂണിവേഴ്സിറ്റി. മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പറയുമ്പോൾ, അതായത് സ്കൂളിൽ, അറ്റ് സ്കൂൾ, വീട്ടിൽ, അറ്റ് ദ ഹോം, അറ്റ് ദ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയിൽ, അറ്റ് ദ ഗാർഡൻ, ഗാർഡനിൽ. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ അറ്റ് ആണ് പ്രയോഗിക്കുന്നത്.
സിമ്പിളാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഈ പ്രൊപ്പോസിഷൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇതിന് വലിയ തലവേദന എടുക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിനു മുമ്പിൽ നമ്മൾ അറ്റ് ചേർക്കുക. നമ്മളൊരു പ്രത്യേക സ്ഥലത്താണ്, അല്ലെങ്കിൽ ഓഫീസിലാണ്, വീട്ടിലാണ്, ഫാക്ടറിയിലാണ്, ഗാർഡനിലാണ്, റോഡിലാണ്, എവിടെയും ആയിക്കോട്ടെ, വേറെവർ യു ആർ, യു ഷുഡ് യൂസ് അറ്റ്. ഇത് മറന്നു പോകാതിരിക്കുക. നമ്മൾ ചെറിയ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ കോർത്തിരിക്കാൻ പാടില്ലേ? ഞാൻ വലിയ കാര്യങ്ങളൊന്നും നമ്മൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ അറ്റ്, ഏയ്, ആന, ദായ, വേറെ, വാട്ട്, വില്ല്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിരുത്തി വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക, മറക്കാതിരിക്കുക. സന്ദർഭോചിതമായിട്ട് ഇത് മനസ്സിലിട്ട് റിവൈൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ ക്ഷമയോടെ കേൾക്കുക. അതിൽ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടേ, ചെറിയ കാര്യങ്ങളല്ലേ, മറക്കാതെ പഠിക്കുക. ഇതെന്നെ ശ്രദ്ധിക്കുന്നത് കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിലും, ടീച്ചേഴ്സ് ആണെങ്കിലും, ഓഫീസിലുള്ള ആൾക്കാരാണെങ്കിലും, വർക്കിംഗ് വുമൺ ആണെങ്കിലും, അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും, ഈ ചെറിയ ടിപ്പുകൾ ത്രൂ ഞാൻ നിങ്ങളെ ഇംഗ്ലീഷിൻ്റെ മായിക പ്രപഞ്ചത്തിലേക്ക് ഞാൻ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമുക്ക് വേഗം ഇംഗ്ലീഷ് പഠിച്ച് സംസാരിച്ച് തുടങ്ങണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായി പഠിക്കുക. പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വീണ്ടും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.